ഹലോ നമസ്കാരം. ഇതിഹാസങ്ങളുടെ കാലം തൊട്ടേ മനുഷ്യൻ വിവിധ രീതിയിലൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് മഹാഭാരതവും രാമായണവും കാളിദാസൻ്റെ കൃതികളും വായിക്കാനും മനസ്സിലാക്കാനും അവസരം ലഭിച്ചത്. കാലം കടന്നുപോയതോടെ പേപ്പർ രംഗത്ത് വന്നു. പിന്നെ പ്രിൻറ്റിങ്ങിലായി, പുസ്തകങ്ങളായി മനുഷ്യൻ സ്വയം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നു. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അറിവ് നേടാൻ ആഗ്രഹമുള്ളവർ പുസ്തകങ്ങൾ നിരന്തരം വായിച്ചുകൊണ്ട് അത് നേടിക്കൊണ്ടിരുന്നു. കാലം പിന്നെയും സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഡിജിറ്റൽ യുഗത്തിലെത്തിത്തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൂടുതലായി ഇൻ്റർനെറ്റിനെ ആശ്രയിക്കുന്നു. ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ആളുകൾ ബ്ലോഗ് എഴുതാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതി തുടങ്ങി. ഈ മാധ്യമങ്ങളിലൂടെയെല്ലാം മനുഷ്യൻ തൻ്റെ അറിവ് അല്ലെങ്കിൽ തൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ് വന്നതോടുകൂടി കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. ആശയം പ്രകടിപ്പിക്കാനുള്ള രീതികൾ വളരെ ഈസിയായി മാറി. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സംസാരിക്കുക, അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് എൻ്റെ രീതികൾ ചെറിയ ചെറിയ വീഡിയോസ്, അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ലാത്ത വീഡിയോസ് കാണുക. ടെക്നിക്കലി അധികം പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ പറയുന്ന ശബ്ദത്തിന് ക്ലാരിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അവർ പറയുന്ന ജീവിതാനുഭവങ്ങൾ അത് കേൾക്കുക, അതിനെ വിലയിരുത്തുക. അതൊരു ഹോബി ആയി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നുവെച്ച് എല്ലാ വീഡിയോസും അത് തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥമില്ല. പക്ഷേ അതിനൊരു പ്രത്യേക ബ്യൂട്ടിയുണ്ട്. ഈയിടെയായി അങ്ങനെയുള്ള വീഡിയോകൾ നിരവധി പുറത്തു വരുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇഷ്ടം പോലെ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകൾ, അവരുടെ 50-നും 60-നും വയസ്സ് ശേഷമുള്ള ആളുകൾ അവരുടെ അറിവുകൾ നമുക്കായി ഈ മാധ്യമത്തിലൂടെ പകർന്നു തരുന്നുണ്ട്. അത് കാണുക എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. ഈ യൂട്യൂബേഴ്സിനെല്ലാം 100-ൽ താഴെ അല്ലെങ്കിൽ 1000-ന് താഴെ അല്ലെങ്കിൽ 2000-ന് താഴെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി അതൊന്ന് വേറെയാണ്. എല്ലാവരുടെയും പേരെടുത്ത് പറയുകയോ അവരുടെ ലിങ്കുകൾ താഴെ കൊടുക്കുകയോ ചെയ്യുന്നില്ല. വെറുതെ മലയാളം വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. മുമ്പൊക്കെ ജീവചരിത്രം എഴുതുന്നത് പ്രശസ്തരായ വ്യക്തികൾ മാത്രമായിരുന്നു. അത് വായിക്കാൻ സാധാരണക്കാരൻ എഴുതിയാൽ ഒരു പക്ഷേ വായിക്കാൻ ആളെ കിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആർക്കും അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല, സംസാരിച്ചുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാം. ഈയൊരു പ്രവണത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ രസകരമായിട്ടും വളരെ എൻകറേജിങ്ങും അതുപോലെ തന്നെ ഇൻസ്പയറിങ്ങും ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളികൾ ബർമയും സിലോണും കടന്ന് ഗൾഫ് കൺട്രീസിലെത്തി. അതിനുശേഷം ഇപ്പോൾ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ കറങ്ങിത്തിരിയുകയാണ്. പ്രവാസിയായ മലയാളികൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം ഇനിയും യൂട്യൂബ് വഴി പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യൂട്യൂബിൽ ഇനിയും ഇങ്ങനെ അറിവുകൾ മലയാളികൾ പകർന്നു തരുന്ന അറിവുകൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു റെഫറൻസായി ഉപയോഗിക്കാവുന്നതാണ്. പൈസയുണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ യൂട്യൂബിനെ സമീപിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അനുഭവങ്ങൾ പറയാം, അത് അപ്ലോഡ് ചെയ്യാം. അത് കാണാനും ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ വരട്ടെ. ഇങ്ങനെ എല്ലാവരും വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് മലയാള യൂട്യൂബ് ചാനലുകൾ കൂടുതൽ വിജ്ഞാനപ്രദവും വിനോദകരവും ആകട്ടെ. ഇന്നേക്ക് ഇത്രമാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ബ്ലോഗ്. See you next time. Bye.